വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് ഞങ്ങളെ മമ്പാട്ടങ്ങാടിയിൽ പുലിൻ്റെ ഒരു വൈറലായിട്ട് നടക്കാട്ടോ. പുലി അവിടെ കണ്ടു, പുലി ഇവിടെ ശബ്ദം ഉണ്ടാക്കി, പുലി അവിടെ ഒരാളെ ഉപദ്രവിച്ചു, അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് പുലി 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 പുലി. ഇപ്പം രാത്രിയാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും പുലി എന്നുള്ളൊരു മൈൻഡാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ഒരു നായനെ കണ്ട പുലിയാണോ എന്നുള്ളത് നോക്കി നിൽക്കുക. ആകെ പേടിട്ടോ. കാരണം മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ പേടി, കാരണം ഒറ്റക്ക് നടന്നു പോകുമ്പോൾ പേടി, സ്കൂൾക്ക് പുറത്തേക്കറ്റ് ഇറങ്ങുമോ എന്നുള്ളത് എല്ലാം പേടി. കാരണം കുറച്ച് 2-3 ദിവസം മുമ്പ് നമ്മളെ തൊട്ടടുത്ത് ഇവിടെയാണ് കണ്ടത്. ആദ്യം എളമ്പുയ പറഞ്ഞ സ്ഥലത്ത്, അത് നമ്മൾ തൊട്ടടുത്താണ്. ഒരു 5 മിനിറ്റ് ഇല്ല, 5 മിനിറ്റ് പോയിട്ട് ഒന്നും നടക്കാനുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. അവിടെയാണ് എളമ്പുയ എന്ന് പറഞ്ഞ സ്ഥലം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കാട്ടുപോയിൽ പറഞ്ഞ സ്ഥലത്ത് കണ്ട്. ഇപ്പൊ ഇന്നലെ രാവിലെ നമ്മളെ എന്താ പറയുക കോളേജ് റൂട്ടിൽ ഒരു സ്കൂട്ടറിന്മേൽ പോണ ഒരു വ്യക്തിന്റെ മേലേക്ക് ആക്രമിക്കുകയും മാന്തിയും ചെയ്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇന്നലെ. അതിനുശേഷം ഒന്ന് ഒതുങ്ങിയിരുന്നു. അപ്പോൾ ആ ഭീമിങ്ങൽ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാണ്ട് നാട്ടുകാരെല്ലാവരും കൂടിയാണ്ട് ഫോറസ്റ്റും പിന്നെ നേരെ പോലീസും ERF നാട്ടുകാരും എല്ലാവരും പാടെ കൂടിയാണ്ട് തെരച്ചിലായിരുന്നു. എന്നിട്ടൊന്നും യാതൊരു ഐഡിയയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ ഇന്നലെ രാത്രി കടന്നുറങ്ങിയതിന് ശേഷം വീണ്ടും കേട്ടു ഭീമങ്ങൽ ഭാഗത്ത് വീണ്ടും പുലിന്റെ സൗണ്ട് കേട്ടിട്ട് പോലീസുകാരും മറ്റേ ഫോറസ്റ്റുകാരും എല്ലാ ഡിപ്പാർട്ട്മെന്റും ആൾക്കാരും അവിടെ തെരച്ചിൽ തുടങ്ങിയിരിക്കണം. എല്ലാവരും ജാഗ്രത, നിസ്കരിക്കാൻ പോകണവർ ജാഗ്രത ചെയ്യണം. അതേപോലെ തന്നെ സുബൈക്ക് പോകുന്ന ആൾക്കാർ, നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെയും വീഡിയോസും ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പം എന്താ പറയുക, ഇപ്പം സത്യം പറഞ്ഞാൽ പുലി തന്നെ പേടിച്ച് കാണും. കാരണം എങ്ങോട്ടാ പോകേണ്ടതെന്നില്ല യാതൊരു ഐഡിയ ഇല്ല. അതാ കാരണം ഇന്നലെ രാത്രി അത്രയും അലറി കരഞ്ഞിരുന്നത്. ആ കരച്ചിൽ കേട്ടിട്ടാണ് ഇന്നലെ പിന്നെ നാട്ടുകാർ കേട്ടത് പുലി എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞാണ്ടാണ് ഇന്നലെ വീണ്ടും രാത്രി വീണ്ടും തെരച്ചിലായിരുന്നു. ഏതായാലും മമ്പാടുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. ഏത് വഴിക്കാണ് പുലി വരുന്നേ പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലായിടത്തും പുലി പറഞ്ഞാണ്ട് ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മളടുത്തും പുലി എത്തി. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. കാരണം നല്ല പേടിയുണ്ട് പറഞ്ഞാൽ മക്കൾ ഒറ്റക്കാണ്. എനിക്ക് മോൾ ഒറ്റക്കാണ് സ്കൂളിൽ പോകുന്നത്, മറ്റേ മോൾ ഒറ്റക്കാണ് അവിടെ നിന്ന് നടന്നു വരുന്നത്. അവളെ MSc സ്കൂളിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഇന്നലെ ആ ഒരു വ്യക്തിനെ രാവിലെ 7 ആയ സമയത്ത് ആക്രമിച്ചത് ഇന്നലെ. അതായത് വരുന്ന വഴിക്ക് വണ്ടിമ്മക്ക് ചാടിയിട്ട് അവരെ നഖത്തിന്റെ പാടൊക്കെ മേലൊക്കെ ആകെ മാന്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ടാണ് ഇന്നലെ വീഡിയോസും കാര്യങ്ങളും ന്യൂസും ഒക്കെ വരുന്നത്. അപ്പം നല്ല പേടിയുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റൂട്ടിനാണ് ഞാൻ അധികം ക്ലാസ് കൊടുത്തു പോകല്. പുറത്തേക്ക് മെയിൻ റോഡല്ലാതെ പോക്കറ്റ് റോഡുകളാണ് ഞാൻ നല്ല ഉള്ളിൽ കൂടെയുള്ള റോഡിനാണ് അധികം ക്ലാസ് കൊടുത്തു പോലെ. അപ്പം ഇക്ക പറഞ്ഞ് ഉള്ളിൽ കൂടെ കയറണ്ട, പുറത്തേക്ക് കയറിക്കോ, മെയിൻ റോഡ് കൂടെ കയറിക്കോ എന്ന് പറഞ്ഞാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും എല്ലാവരോടും പറയണത് എന്താ വെച്ചാൽ ശ്രദ്ധിക്കുക, മക്കളെ ഒന്നും കുറച്ച് ദിവസം പുറത്ത് വിടണ്ട. കാരണം ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് എന്നാലും എല്ലാവരും ഇല്ല, എന്നാലും രാത്രി ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. പേടിയാണ്, മൃഗങ്ങളാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. കാണാത്തോണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഏകദേശം ഇതിൽ 3.5 ഇഞ്ച് കാണുന്നുണ്ട്. 10 സെന്റിമീറ്റർ ഏകദേശം കാൽപ്പാദം വരും. അത് കറക്റ്റാണ്. ഞങ്ങളെല്ലാവരും കൊടുത്തോ നടന്നിട്ട് തന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണേ. പെട്ടെന്ന് ഇതാകണം, അത്രേ നമുക്ക് പറയാനുള്ളൂ. ഈ തൃക്കരങ്കോട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസം മുമ്പ് പുലിയെ പിടിച്ചിരുന്നു. പുലിയെ ഞാനും അതേപോലെ ഫോട്ടോഗ്രാഫർ ഷബീർമാർ ഗ്രാമപഞ്ചായത്ത് സത്യത്തിലുള്ള സമയത്താണ് ഈ പോകുന്നത്. ഒരാളെ കടിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ആക്രമിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ വിളിക്കുന്നത്. ആൾ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞു.